മക്കളെ, അപ്പൊ നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനകത്ത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് അറിയാലോ. അപ്പൊ അതിനകത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓൾറെഡി നമ്മുടെ കമ്പൈലർ അല്ലെങ്കിൽ പ്രോഗ്രാം ഓൾറെഡി സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള റെഡി ടു യൂസിലുള്ള കുറച്ച് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുക. നോർമലി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ചില ആക്ഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെ? യെസ്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഓൾറെഡി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് റെഡി ടു യൂസിലുള്ള നമ്മുടെ ഫംഗ്ഷൻസ് ആണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ നോർമലി എങ്ങനെയാണ് ഫംഗ്ഷൻസ് എഴുതാറുള്ളത്? ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ഞാനൊരു ഫംഗ്ഷൻ എഴുതുക, അല്ലെ? യെസ്. അപ്പോ ഈ ഫംഗ്ഷൻ എഴുതുമ്പോഴത്തേക്കും ഈ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്തെ ഡേറ്റാസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻസിനെ അതെന്ത് വർക്കാണോ ചെയ്യേണ്ടത് ആ വർക്ക് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് നമ്മളിതാ ഈ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലാണ് കൊടുക്കുക. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, എന്താണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്? ഇനി ഏതൊക്കെയാണ് നമ്മുടെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റിലെ നമുക്ക് വരുന്നതാണ് കൺസോൾ ഫംഗ്ഷൻസ്. ഓക്കെ, ക്യാരക്ടർ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസോൾ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ വരുന്നതാണ് ഗെറ്റ് ക്യാരക്ടർ, ദെൻ അടുത്തതാണ് പുട്ട് ക്യാരക്ടർ. ഗെറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ആയിട്ട് ക്യാരക്ടേഴ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ നമ്മൾ സിംഗിൾ ക്യാരക്ടർ എഴുതുന്നതാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുക. സോ ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ക്യാരക്ടറിനെ യൂസ് ചെയ്യുക. ദെൻ പുട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് മോണിറ്ററിന്റെ ഉള്ളിൽ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കൂലേ? യെസ്, അങ്ങനെയുള്ള ഔട്ട്പുട്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുട്ട് ക്യാരക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഫംഗ്ഷൻസ് ആണ് സ്ട്രീം ഫംഗ്ഷൻസ്. സ്ട്രീം ഫംഗ്ഷൻസ് നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഏതൊക്കെയാണ് നമ്മുടെ സ്ട്രീം ഫംഗ്ഷൻസ്? അതിനകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. നമുക്ക് ആദ്യം വരുന്നതാണ് ഗെറ്റ്, രണ്ടാമത് വരുന്നതാണ് ഗെറ്റ് ലൈൻ. ഈ ഗെറ്റ് ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസ് ചെയ്യുക. ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സ്ട്രിങ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ നമ്മളൊരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എഴുതുന്നതാണ് സ്ട്രിങ് എന്ന് പറയുക. അപ്പൊ ഞാൻ ഇവിടെ ആപ്പിൾ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്ട്രിങ്ങുകളെ നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഫസ്റ്റ് നമുക്ക് വരുന്ന ഫംഗ്ഷൻ ആണ് പുട്ട് ഫംഗ്ഷൻ. പുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സിംഗിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പുട്ട് ക്യാരക്ടർ ഹെൽപ്പ് ചെയ്യുക. ദെൻ റൈറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? നമുക്ക് എന്താ പറയുക, ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റൈറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സ്ട്രിങ് ഫംഗ്ഷൻ. ഈ സ്ട്രിങ് ഫംഗ്ഷൻസിന്റെ പ്രത്യേകത എന്താണ്? ഫംഗ്ഷൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഹെഡർ ഫയൽസ്. ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഈ പറയുന്ന ഫംഗ്ഷൻസിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ഹെഡർ ഫയലിനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം, അല്ലെ? നമുക്കറിയാം, നമ്മൾ എഴുതാറുണ്ട് ഹാഷ് ഇൻക്ലൂഡ് IOStream. എന്താണ് IOStream? ഒരു ഹെഡർ ഫയലാണ്. IOStream വന്നാൽ മാത്രമാണ് സ്ട്രീം ഫംഗ്ഷൻസ്, നമ്മൾ നേരത്തെ കണ്ടു സ്ട്രീം ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്. ഈ സ്ട്രീം ഫംഗ്ഷൻസിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ അവിടെ വേണം. ഇതുപോലെ നമുക്ക് വേറെ അധികം കുറെ ഫംഗ്ഷൻസ് ഉണ്ട്, ഈ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഫംഗ്ഷൻസ്. ഈ ഫംഗ്ഷൻസിനെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അതിന്റെ ഹെഡർ ഫയൽസിനെ കൂടെ നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം. സോ സ്ട്രിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം അതിന്റെ ഹെഡർ ഫയൽ ഏതാണ് വരിക? C സ്ട്രിങ് ആണ് വരിക. ഇനി ഇതിനകത്ത് ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് വരിക? ആദ്യം നമുക്ക് വരുന്നതാണ് strlen. അതായത് ഒരു സ്ട്രിങ്ങിന്റെ ലെന്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് strlen എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്യുക. സ്ട്രിങ് ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രിങ്ങില് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അതാണ് ആ സ്ട്രിങ്ങിന്റെ ലെന്ത്. അപ്പൊ ഞാൻ ആപ്പിൾ എന്ന് എഴുതുകയാണെങ്കിൽ APPLE
ഓക്കെ, ആപ്പിളിൽ മൊത്തം 5 ക്യാരക്ടേഴ്സ് ആണുള്ളത്. സോ 5 എന്നുള്ളതാണ് ആ ഒരു സ്ട്രിങ്ങിന്റെ ലെന്ത് ആയിട്ട് വരിക. നെക്സ്റ്റ് വരുന്നതാണ് strcpy. 2 സ്ട്രിങ്സ് നമുക്ക് ഉണ്ടാവും. ആ 2 സ്ട്രിങ്സിൽ നിന്ന് ഒരു സ്ട്രിങ്ങിൽ നിന്ന് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ strcpy യൂസ് ചെയ്യുക. ഓക്കെ, ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാനാണ് strcpy യൂസ് ചെയ്യുക. ദെൻ strcat 2 സ്ട്രിങ്സിനെ തമ്മിൽ അപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് strcat നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഞാനിവിടെ ഒരു സ്ട്രിങ്ങിൽ ഹലോ എന്നും വേറൊരു സ്ട്രിങ്ങിൽ C++ എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹലോയും C++ഉം കൂടെ ഒരുമിച്ച് ഹലോ C++ എന്ന് ഒരുമിച്ച് വായിക്കാൻ വേണ്ടിയിട്ടാണ് strcat നമ്മൾ യൂസ് ചെയ്യുക. ദെൻ strcmp നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് strcmp നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണോ അല്ലെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് ഈ ഒരു ആൽഫബറ്റിക് ഓർഡറിന്റെ ബേസിലൊക്കെ ഇതിനകത്തുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് strcmp യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ് strcmpi. ഇവിടെയും കമ്പാരിസൺ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആൽഫബറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കേസ് വെച്ചിട്ടായിരിക്കത്തില്ല നമ്മൾ ഇവിടെ കമ്പാരിസൺ നടത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് CMath എന്ന് പറയുന്നതാണ്. സോ ഇതിനകത്ത് നമുക്ക് വരുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ABS. ABS എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ. അതായത് 0യിൽ നിന്ന് ഒരു നമ്പറിനുള്ള ഡിസ്റ്റൻസിനെയാണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് നമ്മൾ പറയാം. ഇപ്പൊ 0 തൊട്ട് 5 വരെ 0യിൽ നിന്ന് 5ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 5 ആണ്. സോ 5 എന്ന് പറയുന്നതാണ് ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ. അതുപോലെ 0യിൽ നിന്ന് -15, ഓക്കെ, -15ലേക്ക് നമ്മൾ പോവാ. അവിടെ 0യിൽ നിന്ന് -15ലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാ? 15 ആണ് അല്ലെ? യെസ്, അങ്ങനെ 0യിൽ നിന്ന് ആ നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തതാണ് SQRT. SQRT എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം SQRT 49 എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇതെന്താണ്? 49 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് POW. POW എന്ന് പറയുന്നത് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തരുന്ന നമ്പേഴ്സിന്റെ പവർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? POW എന്ന് പറയുന്ന ഫംഗ്ഷൻ. നെക്സ്റ്റ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ക്യാരക്ടർ ഫംഗ്ഷൻസിന്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് CC ടൈപ്പ് ആണ്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് ഈസ് അപ്പർ. ഈസ് അപ്പർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ്ങിനകത്ത് ക്യാരക്ടേഴ്സ് അപ്പർ കേസ് ആണോ, എത്ര ക്യാരക്ടേഴ്സ് ആണ് അപ്പർ കേസിലുള്ളത്, ഇത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈസ് അപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ആപ്പിൾ എന്നിങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ട്, ഓക്കെ, ഇതിനകത്ത് എത്ര അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ട്, ഇതാണ് എന്ത് കണ്ടുപിടിക്കുക? ഈസ് അപ്പർ കണ്ടുപിടിക്കുക. അപ്പൊ ഈസ് ലോവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഉള്ളിൽ എത്ര ലോവർ കേസ് ലെറ്റേഴ്സ് ഉണ്ട്, ഇതാണ് ഏത് കണ്ടുപിടിക്കുക? ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ദെൻ അടുത്ത നമുക്ക് വരുന്നതാണ് ഈസ് ആൽഫ. ഈസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇതൊരു ആൽഫബറ്റ് ആണോ അല്ലയോ, ഓക്കെ, ഇതൊരു ആൽഫബറ്റ് ആണോ അല്ലയോ, ഇത് കണ്ടുപിടിക്കാനാണ് ഈസ് ആൽഫ നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഈസ് ഡിജിറ്റ്. തന്നിരിക്കുന്ന ക്യാരക്ടർ ഒരു ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് ഡിജിറ്റിനെ നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഈസ് ആൽനം. ഈസ് ആൽനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ആൽഫ ന്യൂമറിക് ആണോ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് ആൽനം യൂസ് ചെയ്യുക. ഇതൊരു ആൽഫ ന്യൂമറിക് ആണെങ്കിൽ നമുക്ക് അവിടെ 1 എന്നുള്ളതായിരിക്കും റിട്ടേൺ ആയിട്ട് കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 0 ആയിരിക്കും റിട്ടേൺ ആയിട്ട് കിട്ടുക. ദെൻ അടുത്തതാണ് ടു അപ്പർ. ടു അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ലോവർ കേസിൽ തന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഫംഗ്ഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.